നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാൻ മടിയാണോ? എന്നാൽ ഞാൻ ആ മടി മാറ്റി തരാം. എത്ര ചപ്പാത്തി ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും ഇതൊരു വട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി ഇതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം. അതിന് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഞാൻ സ്ക്വയർ സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി സോയാ സോസ്, ചില്ലി സോസ്, അതുപോലെ ടൊമാറ്റോ സോസ് ഇത്രയാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു മീഡിയം പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ. 3 മുട്ടയും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം ചപ്പാത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ചേർത്ത് കൊടുത്ത് ചപ്പാത്തിയിൽ ആ മുട്ടയൊക്കെ പിടിച്ചത് ഈ ഒരു പരിവായി വരുന്ന സമയത്ത് ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും കൂടി ഓരോ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു പരിവാകുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും രാവിലത്തെ ചപ്പാത്തി ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.